കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 8 km/h വേഗതയിലും തിരികെ വീട്ടിലേക്ക് 12 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ആകെ യാത്രയ്ക്ക് 10 മണിക്കൂർ സമയം എടുത്തെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ആകെ ദൂരം എത്ര എന്നാ, ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എന്നാ? ആദ്യം തന്നെ നോക്കുക. സ്പീഡിൻ്റെ സൈഡ് നോക്കിയാൽ അങ്ങോട്ട് പോയത് 8 വേഗതയിൽ, തിരിച്ച് ഇങ്ങോട്ട് വന്ന 12 വേഗതയിൽ. തുല്യ ദൂരങ്ങളാണ് അയാൾ സഞ്ചരിച്ചത്. വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ നിന്ന്. അങ്ങനെങ്കിലേ ആവറേജ് സ്പീഡ് കാണുന്ന ഇക്വേഷൻ പറ. സഞ്ചരിച്ചത് തുല്യ ദൂരങ്ങളാണെങ്കിൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ മറ്റൊന്നുമല്ല, 2xy / x+y ആണ്. രണ്ട് വേഗതകൾ എക്സും വൈയും ആണെങ്കിൽ ശരാശരി വേഗത കാണേണ്ട ഇക്വേഷനാണ്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. പറയേണ്ട കുട്ടികൾ 2 ഗുണം ആദ്യത്തെ വേഗത 8 ആണ്, രണ്ടാമത്തെ വേഗത 12 ആണ്, / 12ഉം 8ഉം കൂടെ കൂട്ടി 20. ഇത്രയും ക്ലിയർ ആണോ? ഇനി ക്യാൻസലേഷൻ നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെ വെട്ടിക്കളയാം? ഇവിടെ നമുക്ക് ഇവരെ രണ്ടുപേരെയും 4 വെച്ച് ക്യാൻസൽ ചെയ്തോട്ടെ. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ 3 വരും, ഇവിടെ 5 വരും. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ക്യാൻസലേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ആ വ്യക്തിയുടെ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടി. എത്ര എന്ന് ചോദിച്ചാൽ മോള് ഗുണിച്ചെഴുതുമ്പം 8 × 2 16 × 3 48/5 km/h ആണ് ആ വ്യക്തിയുടെ ശരാശരി വേഗത. ഓക്കെ ആണോ? പോയിന്റിലോട്ടൊന്നും കൺവെർട്ട് ചെയ്യേണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇനി ചോദ്യത്തിൽ പറയുന്നു അയാൾ യാത്രയ്ക്കെടുത്ത സമയം എത്ര? 10 മണിക്കൂർ യാത്രയ്ക്കെടുത്തു. അപ്പോൾ നോക്കി, സ്പീഡുണ്ട്, ടൈമുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിസ്റ്റൻസാണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ 48/5 km/h. ടൈം 10 മണിക്കൂറാണ്. 5ഉം 10ഉം കൂടെ വെട്ടിക്കളയാൻ 2 വെച്ച് 48 × 2 96 കിലോമീറ്ററാണ് അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.